ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബൻ ടേസ്റ്റ്. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വാഴത്തണ്ട് കൊണ്ടുള്ളൊരു സൂപ്പാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വാഴത്തണ്ട് ഫൈബർ റിച്ചാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത ടോക്സിൻസും ഫാറ്റൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പീസ് കാമ്പ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. വാഴത്തണ്ട് അഥവാ കാമ്പ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം മിക്സറിലിട്ടടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് സൂപ്പാക്കാൻ എടുക്കുന്നത്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാമ്പും സവാളയും വെളുത്തുള്ളിയും ഒരല്പം ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണിഞ്ഞ് വന്ന ശേഷം ഞാനൊരു മിക്സറിലിട്ടടിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. സ്പൈസസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ സൂപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കോൺഫ്ലോർ ബേസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാനത് ഉപയോഗിക്കുന്നില്ല. കാരണം വാഴത്തണ്ടിൻ്റെ ജ്യൂസ് തന്നെ അത്യാവശ്യത്തിന് കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് തിക്നെസ് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ, ഉള്ളിത്തണ്ട്, ബീൻസ്, ക്യാരറ്റ് എന്നിങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ സൂപ്പ് ഇപ്പോൾ തിളച്ച് അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലുള്ള ക്യാരറ്റൊക്കെ ഇപ്പോൾ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ സൂപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം.